ആസാമിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ നൂപുർ ബോറയുടെ പല വസതികളിൽ നിന്നായി വിജിലൻസ് കണ്ടുകെട്ടിയത് 2 കോടി രൂപയുടെ സ്വർണവും പണവുമാണ്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്പെഷ്യൽ വിജിലൻസ് സെല്ലാണ് ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ബോറയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് 92 ലക്ഷം രൂപയും 1 കോടി രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. ബാർപേട്ടയിലുള്ള വാടക വീട്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. ഇവർക്കെതിരെ ഒട്ടേറെ പരാതികളും ലഭിച്ചിരുന്നു. അതോടെ കഴിഞ്ഞ 6 മാസമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചു. പരാതികളിലേറെയും ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടവ തന്നെയാണ്. സംശയകരമായ സാഹചര്യത്തിൽ ഭൂമി കൈമാറ്റം ചെയ്യുകയും അതിലൂടെ പണം കൈപ്പറ്റുകയും ചെയ്തതായി മുഖ്യമന്ത്രി പറയുന്നു. കൂടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. 2019 തൻ്റെ 30ാമത്തെ വയസ്സിലാണ് നൂപുർ ബോറ ആസാം സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നത്. അസമിലെ ഗോലാഘട്ടാണ് നൂപുറിൻ്റെ സ്വദേശം. കാംരൂപ് ജില്ലയിലെ ഗോറോയ്മാരിയിൽ സർക്കിൾ ഓഫീസറായി നൂപുറിനെ ആദ്യം നിയമിച്ചിരുന്നു. ഗുവാഹട്ടി സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ഇവർ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ ലെക്ചററായും ജോലി ചെയ്തിട്ടുണ്ട്. നൂപുർ ബോറ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് കർബി ആംഗ്ലോങ്ങിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടാണ്. 2019 മാർച്ച് മുതൽ 2023 ജൂൺ വരെ അവർ ആ പദവിയിലുണ്ടായിരുന്നു. പിന്നീട് 2023 ജൂൺ മുതൽ കാംരൂപിലേക്ക് സ്ഥലംമാറ്റം ലഭിക്കുന്നവരെ ബാർപേട്ടയിൽ സർക്കിൾ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. 6 വർഷത്തെ സർക്കാർ സേവനത്തിനിടയിൽ ഔദ്യോഗിക ശമ്പളത്തിന് ആനുപാതികമല്ലാത്ത രീതിയിൽ സ്വത്തുക്കളും പണവും ഉൾപ്പെടെ വലിയ സമ്പത്ത് നൂപുർ ബോറ നേടിയതായി റിപ്പോർട്ടുകളുണ്ട്. ബാർപേട്ടയിലെ റവന്യൂ സർക്കിൾ ഓഫീസിലെ ജീവനക്കാരനും നൂപുർ ബോറയുടെ സഹായിയുമെന്ന് ആരോപിക്കപ്പെടുന്ന ലത് മണ്ഡൽ സൂരജിത് ദാസിൻ്റെ വസതിയിലും പ്രത്യേക വിജിലൻസ് സെൽ റെയ്ഡ് നടത്തിയിരുന്നു. നൂപുർ ബോറ സർക്കിൾ ഓഫീസറായിരുന്ന സമയത്ത് അവരുടെ സഹായത്തോടെ ബാർപേട്ടയിൽ നിരവധി ഭൂസ്വത്തുകൾ ഇയാൾ വാങ്ങിയതായി ഇയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുമുണ്ട്.